ഞങ്ങൾ ആദ്യം ഒന്ന് കണ്ടായിരുന്നു. പുറകെ ഒന്ന് ജസ്റ്റ് വന്നപ്പോൾ തന്നെ അയ്യോ കാറെ ഒച്ച കേട്ട് അതുകൊണ്ട് പോയി. ഓക്കെ. രണ്ട് കുട്ടികൾ നന്നായി കണ്ടായിരുന്നു. അറ്റാക്കല്ലോ അങ്ങനെ. വെൽക്കം ടു എൻ റൂട്ട് എക്സ്പ്ലോർ. നമ്മുടെ പെരിയാർ ടൈഗർ റിസർവിലെ ബോർഡർ ഹൈക്കിംഗ് പ്രോഗ്രാമിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ്, സെക്കൻഡ് വീഡിയോ ആണ്. അപ്പം ആദ്യത്തെ ഭാഗങ്ങൾ കാണാത്ത ആൾക്കാർ കാണാൻ ശ്രമിക്കുക. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ എത്തിയത് ടൈഗർ പ്രസൻസ് ഉള്ള ഏരിയയിലൂടെയൊക്കെ നടന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഒരു ഏരിയ വരെ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ കയറാൻ പോകുന്നത് എഴുകുമേട് എന്ന് പറയുന്നൊരു ഭാഗത്തേക്കാണ്. അത്യാവശ്യം നല്ല സ്റ്റീപ്പായിട്ടുള്ളൊരു ഹൈക്കിംഗ് ആണ്. നല്ല എഫേർട്ട് എടുത്തുള്ളൊരു നടത്തമാണ് മേലോട്ടുള്ളത്. ആ ഒരു ടോപ്പിൽ കഴിഞ്ഞിട്ടാണ് അടുത്ത ഏരിയയിലേക്ക് പോകുന്നത്. നമ്മളൊപ്പം 2 കനേഡിയൻ ലേഡീസ് ഉണ്ടായിരുന്നു. അപ്പം അവർ അത്യാവശ്യം ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ നമ്മൾ അവരോട് പറഞ്ഞു എന്തെങ്കിലും തരത്തിലുള്ള ഹെൽപ്പോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, സ്റ്റീപ്പായിട്ടുള്ളൊരു ഏരിയ ആണ് ഹൈക്ക് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളുടെ പ്രതീക്ഷകളെ അവർ തെറ്റിച്ചു. അവരാണ് ആദ്യം നമ്മളെക്കാൾ മുന്നേ ഈസി ആയിട്ട് കൂളായിട്ട് അവർ കയറി പോയിട്ടുണ്ടായിരുന്നു. നമ്മളാണെങ്കിൽ അണച്ചണച്ച് നിൽക്കുമായിരുന്നു. അതുപോലെ തന്നെ ഈ മേട് കയറുന്ന ടൈം നല്ല സ്റ്റീപ്പായതുകൊണ്ട് തന്നെ നമ്മൾ സിങ് സാങ് ആയിട്ടാണ് കയറി പോകുന്നത്. വളഞ്ഞാണ് കയറി പോകുന്നത്. പോകുന്ന വഴിയിലൊക്കെ വലിയ മരങ്ങളും കാര്യങ്ങളൊക്കെ വീണ് കിടപ്പുണ്ടായിരുന്നു. ഇത് പലരും ചോദിക്കാറുണ്ട്, ഇത് ആന കുത്തിയിട്ടതാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ആന കുത്തിയിട്ടതും ഉണ്ടാവും. അതുപോലെ തന്നെ കാറ്റത്തൊക്കെ നല്ല ശക്തമായ കാറ്റൊക്കെ ഉള്ള സമയത്ത് ഈ ഇലഭാരം കാരണം ഇത് താനെ വീഴാറുണ്ട്. ഈ വീണ സംഭവങ്ങളൊക്കെ കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും തന്നെ അഴുകി മണ്ണിൽ ചേരുകയാണ് ചെയ്യുന്നത്. അത് വളമായിട്ട് മറ്റ് ചെടികൾക്കും മരങ്ങൾക്കുമൊക്കെ വളമായിട്ട് മാറുകയും ചെയ്യും. എന്തായാലും നമ്മൾ ആ മേട് കയറി ഒരു കുറച്ച് നിരപ്പായിട്ടൊരു ഏരിയയിലോട്ട് കയറി. ഇവിടെയൊക്കെ ആനയുടെ പ്രസൻസ് ഉണ്ട്. പോകുന്ന വഴി നീളെ ആനയുടെ പ്രസൻസ് ഉള്ള ഒരു ഏരിയയിലൂടെയാണ് പോകുന്നത്. വഴി നീളെ ആനപ്പിണ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ പ്രത്യേകിച്ചൊന്നും അവിടെ കണ്ടില്ല. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ടൈഗറിൻ്റെ അത്രയും ക്ലോസ് പ്രസൻസ് ഉള്ള ഒരു ഏരിയയിലൂടെ പോയതുകൊണ്ട് തന്നെ എല്ലാവരും മനസ്സിൽ ഒരു ടൈഗറിനെ എക്സ്പെക്റ്റ് ചെയ്താണ് പോയത്. ബിഗ് ക്യാറ്റ്സിനെ എപ്പോഴും എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യാറുണ്ട്, പക്ഷേ അത് റെയറായിട്ട് മാത്രമേ കിട്ടുള്ളൂ. നമ്മൾ കുറച്ച് മുന്നോട്ട് നടന്നപ്പോഴത്തേനുമാണ് നമ്മുടെ കുമളിയുടെ ഒരു സീനാണ് ഇപ്പോൾ കണ്ടത്. അത് കഴിഞ്ഞ് കുറച്ച് നേരം കൂടെ നടന്നു കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ എഴുകുമേട് എന്ന് പറയുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട്. അത്യാവശ്യം ഇവിടെയൊക്കെ ഡ്രൈ ആയിട്ടാണ് കിടക്കുന്നത്. പുല്ലൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. ഈ ഒരു സ്ട്രെച്ച് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ടോപ്പിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും ചെറിയ ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നല്ല കാറ്റ് വീശുന്നുണ്ടായിരുന്നു. ഇവിടെയൊക്കെ സ്ഥിരം സൈറ്റിങ് കിട്ടുന്ന ഒരു ഏരിയ ആണെന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഗ്രീനറി ഒക്കെ ആകുന്ന ടൈമാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ഭംഗിയുള്ളൊരു വ്യൂ ഒക്കെ ഇവിടുന്ന് കിട്ടാൻ നല്ല സാധ്യതയുണ്ട്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കണ്ടപ്പോൾ കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു. അത് ആദ്യമായിട്ട് കാണുമല്ലോ. പിന്നെ അത് കുറേ നേരം കഴിഞ്ഞ് പിന്നെ ശരിയായി. പിന്നെ അത് പോയി ഒരു അരമണിക്കൂറുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് പോയി. വന്ന ഗസ്റ്റ് 2 പേരായിരുന്നു. ഞങ്ങൾ ആദ്യം ഒന്ന് കണ്ടായിരുന്നു. ഗസ്റ്റ് പിന്നെ പുറകെ ഒന്ന് ജസ്റ്റ് വന്നപ്പോൾ തന്നെ അയ്യോ കാറെ ഒച്ച കേട്ട് അതുകൊണ്ട് പോയി. 2 കുട്ടികൾ നന്നായി കണ്ടായിരുന്നു. അറ്റാക്കല്ലോ അങ്ങനെ എന്തെങ്കിലും കരടി ടൈഗറില്ല. ഞങ്ങൾ ഇതുപോലെ ബോർഡർ ഇതിന് അപ്പുറത്തൊരു മലയുണ്ട്. താഴെ ഇപ്പോൾ ഒരു കരടി കുട്ടികൾ വന്നായിരുന്നു. ജസ്റ്റ് കുറച്ച് മാറ്റി നിർത്തി ഞങ്ങൾ കുറേ നേരം നിന്നപ്പോൾ അത് പോയില്ലായിരുന്നു. എന്നിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. ഞങ്ങൾ പിന്നെ ഓടി മണ്ട കയറി കരടി ഓടിച്ചിട്ട് നമ്മൾ പിന്നെ പോയി. കുട്ടിയുണ്ടായിരുന്നു. കടുവയാണ് പേടിക്കണ്ടേ? അല്ല, കരടിയാണ് പേടിക്കേണ്ടത്. കാട്ടി കൂടുതൽ കരടിയാണ് പേടിക്കേണ്ടത്. ശരി. നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന പ്രവീൺ എന്ന് പറയുന്ന ഗൈഡ് പറഞ്ഞതാണ് അവർ കടുവയെ കണ്ടതിൻ്റെ എക്സ്പീരിയൻസും അതുപോലെ തന്നെ കാട്ടിൽ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട സംഭവം കരടിയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. പലപ്പോഴും ഇവിടുന്ന് കരടീനെ കണ്ടിട്ടുണ്ടെന്നൊക്കെയാണ് അവർ പറഞ്ഞത്. അപ്പം ഏറ്റവും നല്ലൊരു കാര്യം എന്ന് വെച്ചാൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഗൈഡുമാരാണ് നമ്മളോടൊപ്പം ഉള്ളത്. നമുക്ക് ധൈര്യത്തോടു കൂടി ഇവരുടെ ഒപ്പം പോവാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഏതൊരു കാഴ്ചയും കാണിച്ചു തരാൻ ഇവർക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇല്ല, കണ്ടു കഴിഞ്ഞാൽ ഓടിപ്പോത്തില്ല. അങ്ങനെ മംഗളാദേവി അല്ലേ? ഇത് അഞ്ചുരുളി മല അല്ലേ? മെയ് 12-ാം തീയതി തുറക്കും. ഓക്കെ. നടന്നും വരാം, വണ്ടിക്കും വരാം അല്ലേ? ഓക്കെ.
ഇപ്പം നമ്മൾ നിൽക്കുന്ന ആ ഒരു മലയുടെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ളൊരു മലയാണ് നമ്മുടെ മംഗളാദേവി ക്ഷേത്രമൊക്കെ സ്ഥിതി ചെയ്യുന്നത്. വർഷത്തിലൊരിക്കൽ മാത്രമേ അത് തുറക്കാറുള്ളൂ. അപ്പം ആ സമയത്ത് മാത്രമേ അങ്ങോട്ട് പോകാനുള്ള വഴികളൊക്കെ ഉള്ളൂ എന്നാണ് അറിഞ്ഞത്. പെട്ടെന്ന് ക്ലൈമറ്റ് മാറിയല്ലേ. ഈ മുല്ലപ്പെരിയാർ ഈ ഭാഗത്തായിട്ടാ താഴെയാണ്. ഓക്കെ. ഓഹോ. വള്ളക്കടവ് ഞാൻ കഴിഞ്ഞ ആഴ്ച 3 ആഴ്ച മുന്നേ അവിടെ ഉണ്ട് ജംഗിൾ ക്യാമ്പ്. നമ്മളിവിടുന്ന് കുറച്ചുകൂടെ താഴേക്ക് ഇറങ്ങിയിരുന്നു. അപ്പോഴേക്കും നമ്മളെ ഗൈഡുമാർ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്ത് തരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ജംഗിൾ ക്യാമ്പിന് പോയ ഒരു ഏരിയ വള്ളക്കടവിൻ്റെ പാർട്ടായിട്ടുള്ള ഒരു ഏരിയയാണ് തൊട്ടപ്പുറത്തൊരു മലയ്ക്കപ്പുറം എന്നുള്ളതും, അതുപോലെ തന്നെ മംഗളാദേവി, അഞ്ചുരുളി മല, അതുപോലെ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഒരു ഭാഗം, ഇതെല്ലാം നമുക്ക് അവിടെ നിന്ന് അവർ കാണിച്ചു തരുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവരുടെ കയ്യിലുള്ള ബൈനോക്കുലർ നല്ല എഫക്റ്റീവ് ആയിരുന്നു. നമുക്ക് ഒരുപാട് ദൂരെയുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കണ്ടുപിടിക്കാൻ ഈ ഒരു സാധനം ഭയങ്കര ഹെൽപ്പായിട്ടുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ ജംഗിൾ ക്യാമ്പിന് പോയപ്പോൾ ഒരുപാട് ഫോട്ടോസ് എടുത്തത് കൂടുതലും ഈ ബൈനോക്കുലറിൻ്റെ അകത്തൂടെ നമ്മൾ ക്യാമറ വെച്ചതിന് ശേഷമാണ്. എന്തായാലും കുറേ നേരം നമ്മളവിടെ റെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ്. താഴേക്ക് നമ്മൾ ഇറങ്ങിയ വഴി ഒരുപാട് നമ്മുടെ കരടിയുടെ കാഷ്ടം അവിടെ മുഴുവൻ കിടപ്പുണ്ടായിരുന്നു. കരടി മാന്തിട്ടേക്കണം ചെതലിനെടുക്കാൻ വേണ്ടി. നല്ല വലിപ്പമുള്ള കുഴികളാണ് ഇത് മാന്തിയിട്ടേക്കുന്നത്. എന്തായാലും നമ്മുടെ ട്രക്ക് പാത്തിനുള്ളിലൂടെ തന്നെ ആയിരുന്നു കരടി പാസ് ചെയ്ത് പോയിട്ടുള്ള. ഈ ഒരു ഏരിയയിൽ കരടീനെ ഒരുപാട് കാണാറുണ്ടെന്നാണ് നമ്മുടെ ഗൈഡുമാർ പറഞ്ഞത്. നമ്മൾ ആ മേട്ടിൽ നിന്ന് വീണ്ടും താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് ഒരു ഉൾക്കാട്ടിലൊരു പാറയുടെ പുറത്ത് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടാണ് ആനയുടെ എല്ലും പല്ലും കാര്യങ്ങളൊക്കെയാണ്. കടുവ പിടിച്ചിട്ടിട്ട് പോയതാണ്. അത് കുറേ വർഷമായതാണെന്നാണ് പറഞ്ഞത്. എന്തായാലും നമ്മൾ വീണ്ടും മുന്നോട്ട് നടക്കുകയാണ്. അടുത്ത കാഴ്ച എന്താണെന്ന് നോക്കി. നമ്മുടെ ഈ തൊണ്ടിയാർ ബോർഡർ ഹൈക്കിങ്ങിൻ്റെ ഒരു മെയിൻ പ്രത്യേകത എടുത്തു കഴിഞ്ഞാൽ കൂടുതലും ഇങ്ങനെ അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ഫോറസ്റ്റിനകത്തൂടെയാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് വയലുകളും കാര്യങ്ങളും ഇതിനകത്തുണ്ട്. ചെറിയ ചെറിയ ചതുപ്പുകളുണ്ട്. ഇവിടെ മൃഗങ്ങളെ കാണാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതാണ് നമ്മുടെ ഈ ബോർഡർ ഹൈക്കിങ് പ്രോഗ്രാമിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ. ഏതായാലും നമ്മൾ നടന്നിങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേനും കുറച്ചുകൂടെ സൗണ്ടുകൾ കേട്ടു, പലതരത്തിലുള്ള സൗണ്ടുകൾ നമ്മൾ കേട്ടു. അപ്പോൾ എന്താണെന്ന് നോക്കാൻ വേണ്ടി നമ്മളൊന്ന് അവിടെ നിന്നു. ഒരു കുട്ടിയാണ് സൈസ്. എന്നടാ എൻ്റെ അമ്മ വെരി ബിഗ്. ഇതൊന്നും ഇല്ലല്ലേ? രണ്ടും നെയ്യ്. കുറച്ചുകൂടി വലുതാണ് ഇത്. എനിക്കത് വലുതല്ലേ? നമ്മളിങ്ങനെ വന്ന ടൈമിലാണ് നമ്മൾ 2 കാട്ടീനെ കണ്ടത്. അത് മെയിലായിരുന്നു, മെയിൽ ഗൗറായിരുന്നു. നല്ല സൈസ് ഉണ്ടായിരുന്നു. ഒരു കുട്ടിയാനയുടെ സൈസുള്ള 2 ഗൗറിനെയാണ് കണ്ടത്. ആദ്യം വന്ന ടൈമിലാണ് അതിൻ്റെ സൗണ്ട് കേട്ടുകൊണ്ടാണ് നമ്മൾ അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്തപ്പോഴാണ് ഇതിനെ കണ്ടത്. നമ്മളെയും അത് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് നേരെ വരൂ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു കാഴ്ചയായിരുന്നു ആ 2 ഗൗറ്. മെയിൽ ഗൗറായിരുന്നു, കൂട്ടമൊന്നും അല്ലായിരുന്നു. എന്തായാലും അതൊക്കെ കണ്ട് വീണ്ടും നമ്മൾ അടുത്തൊരു ഏരിയയിലേക്ക് പോവുകയാണ്. ഇനിയിപ്പം കുറേ ഇറക്കമാണ്. ഈ ഇറക്കം ഇറങ്ങുന്ന സമയത്താണ് നമ്മൾ കൂടുതൽ മടുക്കുന്നത്.
കാര്യം എന്താണെന്ന് വെച്ചാൽ കാലിലൊക്കെ മസിൽ കയറുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ലീച്ച് സോട്ട്സൊക്കെ എടുത്ത് കാലിന് മേളിൽ കെട്ടുകയൊക്കെ ചെയ്തു. എന്തായാലും നമ്മൾ മടുപ്പോ കാര്യങ്ങളൊന്നും അറിയില്ല, അങ്ങ് ആസ്വദിച്ച് താഴേക്ക് ഇറങ്ങുകയാണിപ്പോൾ. ഞങ്ങളിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരുന്ന സമയത്താണ് ഒരു ആന അലറുന്ന സൗണ്ട് കേട്ടത്. കുറേ താഴെ നിന്നാണ് അപ്പോൾ ഗൈഡുമാർ പറഞ്ഞത്. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെ നിന്നു. അപ്പോഴത്തേക്കും പറഞ്ഞു ഇവിടെ നിന്നാവില്ല, കുറച്ച് ദൂരെ നിന്നാണ് എന്നവർക്ക് മനസ്സിലായി. അപ്പോൾ താഴെ നമ്മൾ എത്തിക്കഴിയുമ്പോഴത്തേന് ആനയെ കാണാനുള്ളൊരു സാധ്യതയുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും നമ്മൾ കൂടുതൽ ഹോപ്പോടുകൂടി നമ്മൾ വീണ്ടും താഴേക്ക് നടക്കുകയാണ്. കാട് ഇപ്പോഴും ആ ഗ്രീനറി ഒന്നും വിട്ടുമാറാതെ നിൽക്കുകയാണ്. വേനൽക്കാലമൊക്കെ ആണെങ്കിൽ പോലും ആ ഗ്രീനറിയൊക്കെ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. ഒരുപാട് മരങ്ങൾ നമുക്ക് നേരെ ക്രോസിങ്ങിനെ കിടക്കുന്നുണ്ട്. അപ്പം അതിനെയൊക്കെ കവർ ചെയ്ത് പോകുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷവും രസമൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ വീണ്ടും മുന്നോട്ട് നടന്ന ടൈമിലാണ് മറ്റൊരു സംഭവം കണ്ടത്. വലിയൊരു ആൽമരമാണ്. ആൽമരത്തിൻ്റെ ഫാമിലിയിൽപ്പെട്ട ഒരുപാട് മരങ്ങൾ നമ്മുടെ ഈ പെരിയാർ കാട്ടിലുണ്ട്. അതിനകത്തൊക്കെ ആ ഒരു ആന വന്നൊരു സൈഡിൽ നിന്നാൽ പോലും അറിയാൻ പറ്റാത്തത്ര വലിപ്പമുള്ള മരങ്ങളുണ്ട്. ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ നമുക്ക് കയറി നിൽക്കാൻ പറ്റും. അതുപോലെ വലിപ്പമുള്ള നല്ല സൈസുള്ള മരങ്ങളാണ് ഇതിനകത്തുള്ളത്. ഒരുപാട് ജീവികളുടെ ഒരു ആവാസ വ്യവസ്ഥ കൂടെയാണ് ഇങ്ങനെ ഇത്തരത്തിലുള്ള വലിയ മരങ്ങളെന്ന് പറയുന്നത്. അപ്പം അത് മണ്ണിനടിയിലേക്കാണെങ്കിലും അകത്താണെങ്കിലും പുറത്താണെങ്കിലും ഒരുപാട് ജീവികൾ ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നുണ്ട്. വീണ്ടും നമ്മളിങ്ങനെ മുന്നോട്ട് നടന്ന സമയത്താണ് അടുത്ത സംഭവം കണ്ടത്. നമ്മുടെ പെരിയാർ ടൈഗർ റിസർവിൽ കയറിയ സ്ഥിരം കാണുന്ന കാഴ്ച തന്നെയാണ്. സാമ്പാ ഡിയറിൻ്റെ കൊമ്പും കാര്യങ്ങളൊക്കെയാണ് കിടക്കുന്നത്. കാട്ടുനായോ ടൈഗറോ കണ്ട് പിടിച്ചതാണ്. അതും കുറേ പഴയതാണെന്നാണ് പറഞ്ഞത്. നമുക്ക് നമ്മുടെ വീഡിയോയിൽ ഫസ്റ്റ് തന്നെ നമ്മൾ ആദ്യം തന്നെ ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി കുറേ നാൾ കഴിയുമ്പോഴത്തേനും അതൊക്കെ ആയിരിക്കും ഇതുപോലെ ഇങ്ങനെ ഉണങ്ങി പഴയതാണെന്ന് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഏതായാലും ഫ്രഷ് ആയിട്ടുള്ളതും കാണാൻ പറ്റി, പഴയതും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം ആദ്യത്തെ വീഡിയോ കാണാത്ത ആൾക്കാർ അതൊന്ന് ചെക്ക് ചെയ്യാൻ കാണാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് പോയ സമയത്താണ് നമ്മുടെ ടൈഗർ ടെറിട്ടറി മാർക്കിങ് കണ്ടത്. അത് എഴുന്നേറ്റ് നടന്നു. ഇത് നഖം ക്ലീൻ ചെയ്യുന്നല്ലേ? ഇങ്ങനെ മാന്തി തരാം, ഇങ്ങനെ ഈ പൂച്ച മാന്തി തരാം, കാല് വെച്ച് ഇങ്ങനെ മാന്തി തരാം. അതുപോലെ ടൈഗർ നമ്മളിപ്പോൾ കണ്ടത് ടൈഗറിൻ്റെ ടെറിട്ടറി മാർക്കിംഗ് ആണ്. ചോരക്കാലി എന്ന് പറയുന്ന മരത്തിലാണ് അത് കണ്ടേക്കുന്നത്. അതുപോലെ തന്നെ ടൈഗറിൻ്റെ സ്പൂവും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇവിടെ ടൈഗറിൻ്റെ ഒരു നല്ല പ്രസൻസ് ഉള്ളൊരു ഏരിയ എന്നാണ് നമുക്കത് മനസ്സിലായത്. കൂടുതലും വാട്ടർ ബോഡിയോട് ചേർന്നാണ് നമ്മുടെ ഈ ടൈഗറിനെ കാണാൻ സാധിക്കുന്നത്. ഇത് ഭക്ഷണമൊക്കെ കഴിച്ചതിൻ്റെ ബോഡിയൊക്കെ ഹീറ്റായി കഴിയുമ്പോൾ വെള്ളത്തിലിറങ്ങി കിടക്കും എന്നൊക്കെ പറയുന്നത് നമുക്ക് അറിയാം. നമ്മളോട് പല ഗൈഡുമാർ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് ഇപ്പോൾ നമ്മൾ ലേക്ക് സൈഡിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ പ്രസൻസ് നല്ല രീതിയിലുണ്ടെന്നാണ് പറഞ്ഞത്. നമ്മൾ കുറച്ച് മുന്നോട്ട് വന്നപ്പോഴത്തേനും നല്ലൊരു ലാൻഡ്സ്കേപ്പ് കിട്ടി. ആ ലാൻഡ്സ്കേപ്പിന് നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു കാട്ടാന കൂട്ടം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ നേരത്തെ കേട്ട സൗണ്ടാണ് ഈ ഇവിടെ നിന്ന് ആനകളുടെ സൗണ്ടാണെന്നാണ് നമ്മുടെ ഗൈഡുമാർ പറഞ്ഞത്. പിടിയാനകളാണ് കൂടുതലും. അതുപോലെ ഒരു മോഴയാനയും അതുപോലെ തന്നെ ചെറിയ കുട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇത് മഡ് ബാത്ത് ചെയ്ത് നിൽക്കുന്ന ഒരു സീനാണ് നമ്മൾ ആദ്യം കണ്ടത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേനും ഇത് വെള്ളം കുടിക്കാൻ വരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മൾ കുറേ നേരം അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും നമ്മൾ ഒരു പകുതിയോളം, അതായത് നമുക്ക് ഉച്ചയാവുന്നതിന് മുന്നേ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള സൈറ്റിങ്ങുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത്രയും നല്ലൊരു ലാൻഡ്സ്കേപ്പും അവിടെ ഈ മൃഗങ്ങൾ നിൽക്കുന്നത് കാണാനൊക്കെ കിട്ടുന്നൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നൊരു ഫീലല്ല. നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന ഗൈഡുമാർ പറഞ്ഞത് ഒരു വർഷത്തിനുള്ളിൽ ഇത്രയും നല്ലൊരു വ്യൂ കിട്ടിയിട്ടില്ല എന്നാണ് നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന ഗൈഡുമാരൊക്കെ പറഞ്ഞത്. നമ്മളവിടെ ഭയങ്കര ഹോപ്പോടുകൂടി ഇരുന്നുകൊണ്ടാണെന്നറിയില്ല, നമ്മുടെ ആനകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതല്ലാതെ വെള്ളത്തിലിറങ്ങുന്നതൊന്നും കണ്ടില്ല. നമ്മൾ ഏകദേശം ഇവിടെ ഒരുപാട് ടൈം, ഒരു 1 ഹവറിന് മേലെ നമ്മളിവിടെ ഇരിപ്പുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആന ഫ്രണ്ടിലോട്ട് വരുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഒരുപാട് ടൈം എടുത്താണ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സ്പീഡ് കുറച്ച് കൂട്ടിയിട്ടേക്കുന്നത് വീഡിയോയിൽ. എന്തായാലും ഇതിനെ നോക്കിയിരിക്കാൻ തന്നെ ഭയങ്കര ഒരു സുഖമാണ്. ചങ്ങലകളൊന്നും ഇല്ലാതെ നല്ല ഫ്രീ ആയിട്ട് ഫ്രീഡത്തോടു കൂടി മണ്ണിലും കാര്യങ്ങളൊക്കെ കളിച്ച് നടക്കുന്ന ഒരു സീൻ കിട്ടുന്ന ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് അവിടെ ഇരുന്ന്.
കറക്റ്റ് പറയുകയാണെങ്കിൽ ആന നിൽക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം ആന വേണമെങ്കിൽ ക്രോസ് ചെയ്ത് ഈ തടാകമൊക്കെ ക്രോസ് ചെയ്ത് നമ്മുടെ അടുത്തേക്ക് വേണമെങ്കിൽ വരാൻ പറ്റുന്നതൊക്കെ ഉള്ളൂ. പക്ഷേ അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് മാറാനുള്ള സമയവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇതിപ്പം നമ്മൾ അവരെയും കണ്ട് അവർ നമ്മളെയും കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ നിൽക്കുകയാണ് ചെയ്തത്. എന്തായാലും നമ്മളവിടെ കുറേ ടൈം അവിടെ തന്നെ സ്പെൻഡ് ചെയ്തു. ഞങ്ങളെന്തായാലും ഈ ഒരു ലൊക്കേഷനിൽ ഇരുന്നുകൊണ്ട് തന്നെ ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. എന്തായാലും നമ്മളിപ്പം ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അത്യാവശ്യം ലോങ് ആയിട്ടുള്ള വീഡിയോ ആയതുകൊണ്ടാണ് നമ്മൾ പാർട്ടായിട്ട് ഇടുന്നത്. അപ്പം ഫസ്റ്റ് വീഡിയോ ആരും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും വരാൻ ശ്രമിക്കുക. ഇത്ര നല്ലൊരു എക്സ്പീരിയൻസ് വേറെ കിട്ടില്ല. ലൈഫിൽ തന്നെ ഏറ്റവും നല്ല കുറേ എക്സ്പീരിയൻസ് കിട്ടുന്നൊരു സ്പോട്ടാണ് പെരിയ ടൈഗർ റിസർവ്. അപ്പം അടുത്ത ആഴ്ച അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഗുഡ് ബൈ. ലെപ്പേർഡ് കണ്ടിട്ടുണ്ട്. പിന്നെ അല്ലാതെ തന്നെ നമുക്ക് ബ്ലാക്ക് പാന്തറൊക്കെ ഉണ്ട്.